ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കും കൃപാസന മാതാവിനും ഒത്തിരി നന്ദി. എൻ്റെ പേര് പ്രിൻസി. ഞാൻ എറണാകുളം ജില്ലയിലെ കുറ്റിപ്പുഴ എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. കൃപാസനം എന്ന ആലയത്തെക്കുറിച്ച് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടെങ്കിൽ തന്നെയും എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാലയമായിരുന്നു കൃപാസനം എന്ന് പറയുന്നത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി നെഗറ്റീവ് വീഡിയോസും ഒത്തിരി ട്രോൾ വീഡിയോസും ഈ കൃപാസന ആലയത്തെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അത് മൊത്തം കണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ കമൻസ് എല്ലാം വായിച്ച് സന്തോഷിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തേക്കണ വ്യക്തിയായിരുന്നു. അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മറ്റേ സാക്ഷ്യങ്ങളെല്ലാം അയച്ചു തരുമായിരുന്നു. സാക്ഷ്യങ്ങൾ അയച്ചു തന്നെങ്കിലും ഞാൻ ഒന്നും കാണില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ തട്ടിപ്പാണ് നടത്തുന്നത്, ഇവരാളെ വെച്ചിട്ടാണ് കൃപാസനത്തെ സാക്ഷ്യം പറയുന്നത്, ആൾക്കാർ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ OET പാസ്സാവുകയാണ്. ഞാൻ നഴ്സാണ്. ഞാൻ OET പാസ്സായി. 2023 ഡിസംബർ 16 ഞാൻ OET പാസ്സാവുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ OETക്ക് 2 വർഷത്തെ കാലാവധി ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ യൂറോപ്യൻ കൺട്രിയിലേക്ക് കടന്നു പോയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ OET എഴുതിയത് വെറുതെ ആവും. അങ്ങനെ ഇരിക്കെ എനിക്ക് ആകെ 5 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ ഗൾഫ് കൺട്രീസ് ഒന്നും പോയിട്ടില്ല. ഞാൻ ഇന്ത്യയിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസ് UK ഞാൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും UKയുടെ ഫ്രീസായി, പ്രോസസ്സിങ് എല്ലാം ഫ്രീസായി, അവിടെ നിയമങ്ങളെല്ലാം മാറി, ഗവൺമെൻറ് മാറി, അങ്ങനെ എല്ലാം ഫ്രീസായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അയർലൻഡ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അയർലൻഡ് സ്റ്റാർട്ട് ചെയ്തു. DL കിട്ടി. എന്നിട്ടും ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒന്നും തന്നെ എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴും എൻ്റെ അമ്മ പറയുന്നുണ്ട്, കൃപാസനത്തിൽ വന്ന് നീ ഉടമ്പടി എടുത്ത് ഒരു പ്രാവശ്യം നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്. എപ്പോഴും ഞാൻ പറയുന്നത്, എല്ലാ മാതാവും ഒരുപോലെ അല്ലേ? ഈ മാതാവിന് ഇത്തിരി ഗ്രേ കളറുണ്ട്, വീട്ടിലത്തെ മാതാവ് വൈറ്റാണ്, പിന്നെ എന്തിനാ എല്ലാവരും ഒരുപോലെ അല്ലേ? പ്രാർത്ഥിച്ചാൽ പോരെ. അപ്പോഴമ്മ കൂടുതൽ പറഞ്ഞു ഉടമ്പടി എടുക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം മാർച്ച് 2, 2025 കഴിഞ്ഞ വർഷം മാർച്ചിന് 2 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. പാസ്പോർട്ടും കൊണ്ടിട്ടാണ് ഞാൻ വന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് പാസ്പോർട്ട് മുട്ടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം എനിക്ക് വന്നു. പ്രാർത്ഥിക്കും, ഞാൻ പള്ളിയിൽ പോകും എല്ലാ ദിവസവും. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രാർത്ഥന ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ ബൈബിൾ വായിക്കില്ലായിരുന്നു വ്യക്തിപരമായിട്ട്. ഇപ്പോൾ പള്ളിയിൽ കുർബാനയ്ക്കിടയ്ക്കായാലും ഞാൻ ലേഖനമൊക്കെ വായിക്കാൻ കയറും. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ വീട്ടിലിരുന്ന് ഒരു അരമണിക്കൂറോ ഒരു 10 മിനിറ്റ് പോലും ഞാൻ ബൈബിൾ ഇന്ന് വരെ ഉടമ്പടി എടുക്കണമെങ്കിൽ മുമ്പ് വരെ ഞാൻ വായിച്ചിട്ടില്ല. അതിനുശേഷം ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ അടുത്ത് ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഡേറ്റ് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. മാതാവ് ഏപ്രിൽ 20 എന്നൊരു ഡേറ്റ്, അതായത് 2025 മാർച്ച് 2 ഞാൻ വന്നു. എനിക്ക് ഏപ്രിൽ 20 മുന്നേ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടണം, ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ ഉണ്ടാവണം. ഏപ്രിൽ 20 കഴിഞ്ഞ പ്രാവശ്യം ഈസ്റ്റർ ആയിരുന്നു. ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് നിൻ്റെ മകൻ്റെ ഈസ്റ്റർ കുർബാന ഞാൻ അർപ്പിക്കാൻ നിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് നന്ദിയുടെ കുർബാനയായിരിക്കണം അർപ്പിക്കാൻ പറ്റേണ്ടത്. എൻ്റെ കയ്യിൽ ഓഫർ ലെറ്റർ ഉണ്ടായിട്ടെങ്കിൽ സന്തോഷത്തോടു കൂടി അർപ്പിക്കാൻ പറ്റണം എന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് ആ 1.5 മാസം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല എന്ന്. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്നിട്ട്. എനിക്കറിയില്ല ഇവിടെ വന്നപ്പോൾ എൻ്റെ വിശ്വാസം എങ്ങനെ കൂടിയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, പാസ്പോർട്ട് മുട്ടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പോയി. മാർച്ച് 3 രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എൻ്റെ പേഴ്സണൽ പ്രയറിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് തലേ ദിവസം വരെ അപ്ലൈ ചെയ്തിരുന്നിടത്ത് ഒന്നും കൂടി ഞാൻ റീഅപ്ലൈ ചെയ്തു. എല്ലായിടത്തേക്കും ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല. ഞാൻ അപ്ലൈ ചെയ്തു. കൃത്യം 13 ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു സ്ക്രീനിങ് മെയിൽ വന്നു. നീ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് മെയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തു. അത് ഞാൻ സെലക്ട് ആയി. ഈ സ്ക്രീനിങ് മെയിൽ വന്നതോ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നതോ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം വീട്ടിൽ പറഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അങ്ങനെ സ്ക്രീനിങ് മെയിൽ സെലക്ട് ആയിട്ട് എന്നോട് പറഞ്ഞു ഇൻ്റർവ്യൂ ഡേറ്റ് ആണ് ഏപ്രിൽ 13 ഇൻ്റർവ്യൂ ഡേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് നീ കൊള്ളാം, കാരണം എനിക്ക് 20 എന്നുള്ള ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടെങ്കിൽ 13 തന്നെ എൻ്റെ എല്ലാം ശരിയാക്കി തരുവാണല്ലോ. 13 ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ കയറി ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞത് എനിക്കൊരു ക്ലാസ്സാണെന്നും പറഞ്ഞ് ഞാൻ കയറി. അങ്ങനെ ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം കൊണ്ടാണ് കയറിയത്. ഉപ്പും തൈലവും, ഉടമ്പടി ഉടുപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി പ്രാർത്ഥന ബുക്ക്, കാശ് രൂപം എല്ലാം കൊണ്ട് കയറി. ഞാൻ ഫോണിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം ചുറ്റി വച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണേ. ഫോണിലെല്ലാം ഇങ്ങനെ പുരട്ടി കൊടുത്ത് കുരിശ് വരച്ചു എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചിട്ട് കയറി. അപ്പോൾ ഇവർ നമുക്ക് ഇൻ്റർവ്യൂവിന് മുമ്പ് പറയും കറക്റ്റ് ഇൻ്റർനെറ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം, എല്ലാം എല്ലാം നമുക്കൊരു ലിസ്റ്റ് തരും. അതുപോലെ തന്നെ ഫുൾ ഇൻ്റർനെറ്റ് ഉള്ളിടത്തേക്കേ തന്നെ ഇരുന്നതും. പക്ഷേ ഇൻ്റർവ്യൂ തുടങ്ങി 2 ക്വസ്റ്റ്യനെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഫോൺ ഓഫായി പോയി. എങ്ങനെയാണെന്നറിയില്ല. വീട്ടിലാണെങ്കിൽ പറഞ്ഞിട്ടില്ല. ഞാൻ കരഞ്ഞിട്ട് താഴത്തേക്ക് ഓടി അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അമ്മ ആദ്യം ദേഷ്യപ്പെട്ടു. എങ്കിൽ തന്നെ അമ്മ എന്നോട് പറഞ്ഞു കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം. 2 തിരി ഞങ്ങൾ കത്തിച്ചു, നീലയും പച്ചയും കത്തിച്ചു. അങ്ങനെയൊന്നും കത്തിക്കാൻ 2 കൂടി ഒരുമിച്ച് കത്തിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. 2 ഒരുമിച്ച് കത്തിച്ചു വെച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ടുമ്പോൾ നിന്ന് ഞാൻ അമ്മയും കൂടി എത്തിച്ചു തുടങ്ങി. 20 മിനിറ്റ് കഴിഞ്ഞു, ഒന്നും ആയില്ല. അപ്പം ഞാൻ ഫോൺ വെറുതെ ഒന്ന് ചാർജ് ചെയ്ത് ഓണാക്കിയപ്പോൾ ഫോൺ ഓണായി. ചാർജ് ഉണ്ട്, ഒരു 72% ഫോണിൽ ചാർജ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഫോൺ ഓഫായി എന്നൊന്നും അറിയില്ല. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത ഫോണായിരുന്നു.
ഫോൺ അപ്പോൾ ഓണായി 20 മിനിറ്റുകൾക്ക് ശേഷം. അപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എൻ്റെ ഫോൺ ഇങ്ങനെ ഓഫായി പോയി, എനിക്കൊന്ന് റീസ്കെഡ്യൂൾ ചെയ്ത് തരുമോ ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചപ്പോൾ മെയിൽ ത്രൂ മാത്രമേ നമുക്ക് അവർക്ക് കണക്ഷനുള്ളൂ, ഡയറക്റ്റ് അയർലൻഡിലോട്ടാണ് നമ്മളിത് മെയിൽ അയക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഓരോ കുട്ടിക്കും സ്കെഡ്യൂൾ ചെയ്തേക്കുന്ന ടൈമുണ്ട്, പ്രിൻസിക്ക് മാത്രം വേറെ സ്കെഡ്യൂൾ ചെയ്ത് തരാൻ പറ്റില്ല, ഇപ്പോൾ ഇൻ്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, റിസൾട്ട് ആകുമ്പോൾ ഞങ്ങൾ പറഞ്ഞേക്കാം, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞോളൂ, ഞങ്ങൾ പിന്നെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, എന്തിനാണെന്നറിയില്ല പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ മാതാവിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് എത്തിച്ചോ, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും കിട്ടും എന്നൊരു ഉറപ്പിൽ ഞങ്ങളങ്ങനെ എത്തിച്ചുകൊണ്ടേയിരുന്നു. അരമണിക്കൂറിന് ശേഷം എൻ്റെ ഓണായ ഫോണിലോട്ട് ഒരു ഫോൺ കോൾ വന്നു അയർലൻഡ് നമ്പറിൽ നിന്ന്. പ്രിൻസി കൺഗ്രാജുലേഷൻസ്, നീ പാസ്സായിട്ട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം അത് കേട്ടിട്ടൊന്നും മനസ്സിലാവണില്ല. ഞാൻ സ്പീക്കറിലിട്ട് ഒന്നും കൂടി കേട്ടു, ഒന്നും കൂടി പറയാമോ എന്ന് ചോദിച്ചു. അവർ പിന്നെയും പറഞ്ഞു കൺഗ്രാജുലേഷൻസ് പ്രിൻസി, നീ പാസ്സായി ഇൻ്റർവ്യൂ, ഓഫർ ലെറ്റർ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ അയച്ചേക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഓ കൊള്ളാം, ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, കാരണം ഞാൻ അതുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇരുന്നത്. അപ്പോൾ തന്നെ എനിക്കൊരു അഹങ്കാരം പോലെ ചിലപ്പോൾ ഉണ്ടായി കാണും, ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് കിട്ടിയതാണെന്ന് ഞാൻ അതിന് മാത്രം നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പഠിച്ചത് കൊണ്ടും അല്ല കിട്ടിയത്, മാതാവിൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതിനുശേഷം ഓഫർ ലെറ്റർ വന്നു, പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ DL-ൻ്റെ ഒരു പേപ്പറിൻ്റെ ഒരു ഇഷ്യൂ, അതായത് അയർലൻഡിൽ പോയവർക്ക് അറിയാൻ പറ്റും, അയർലൻഡിന് മുൻപ് നമുക്ക് DL എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷൻ എടുക്കണം, അതിൻ്റെ വാലിഡിറ്റി കഴിയാറായിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പുതിയ DL വേണം, എന്നാലാണ്, അല്ലെങ്കിൽ മെയിലേക്ക് കയറി പോകണം, മെയിലേക്ക് കയറി പോകാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് പുതിയ DL വേണം എന്നവർ പറഞ്ഞു. അപ്പോൾ ആ DL-ൻ്റെ ഡേറ്റ് അവർ പറയുന്നത് മെയ് 10-ാം തീയതി നമ്മളോട് പറയണേ DL എടുക്കാനായിട്ട്, മെയ് 30-ാം തീയതിക്കുള്ളിൽ വേണമെന്നും പറഞ്ഞു. അത് കുറച്ചൊരു സമയം നമുക്കുള്ളൂ, പേപ്പറുകളെല്ലാം കളക്ട് ചെയ്ത് അയക്കാനുള്ള സമയം നമുക്കിടെ കയ്യിലില്ല. അപ്പോഴും ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തു. അപ്പോഴും ഒരു ക്വയറി വന്നു, സിലബസ് ഒന്നും ക്ലിയർ അല്ല, രണ്ടാമത് അയക്കണം. ഒരു ക്വയറി വന്നിട്ടുണ്ടെങ്കിൽ DL-ന് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം എടുക്കും പുതിയ ഫയൽ അവരെടുക്കാനായിട്ട്. ഞങ്ങൾ ഈ ക്വയറിയുടെ ഫയൽ സബ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ കൃപാസനത്തിൽ പിന്നെ പുതുക്കാനായിട്ട് വന്നു. കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കി അപ്പോൾ അച്ഛനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പേപ്പറായിട്ട് അച്ഛനെ കണ്ടു. ഇവിടെ ബ്ലെസ്സിങ്ങിന് ഇവിടെ മുട്ടുകുത്തി നിന്നു. അച്ഛൻ എൻ്റെ പാസ്പോർട്ട് മേടിച്ച് മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് പോയി മുട്ടിച്ചതിന് ശേഷം വന്ന് എൻ്റെ തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ വേറെ ഒന്നും പറഞ്ഞില്ല, പോയി രക്ഷപ്പെടുമെന്ന് മാത്രം പറഞ്ഞു. അപ്പോഴും ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു മാതാവിൻ്റെ മുഖത്ത്. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ എറണാകുളം എത്താറായപ്പോഴേക്കും എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ചേഞ്ചായി. ഓൺ ദ നെക്സ്റ്റ് ഡേ എനിക്ക് എൻ്റെ DL വന്നു. മെയ് 30-ന് അയക്കണമെന്ന് പറഞ്ഞത്, DL സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് മെയ് 26-ന് എനിക്ക് കിട്ടി. അത് ഞാൻ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ DL-ഉം കിട്ടി, ബാക്കി എല്ലാ പേപ്പർ വർക്കുകളും നടന്നു. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഈ അനുഗ്രഹം മാതാവ് തന്നതാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വിസയുടെ സമയത്ത് ഞാൻ പാസ്പോർട്ട് കയ്യിൽ പിടിച്ച് പിന്നെ പ്രാർത്ഥിച്ചു, മാതാവേ നീ തന്ന ഒരു ഇൻ്റർവ്യൂ ആണിത്, നീ തന്നതാണെന്ന് എൻ്റെ വിശ്വാസം എനിക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4/5, എൻ്റെ ബർത്ത് ഡേറ്റ് ഒരു 4-ആണ്. അപ്പോൾ ഞാൻ 4/5 ആ ഒരു പേജ് തുറന്ന് പിടിച്ചിട്ട് അതിനകത്ത് ഒരു തരി ഉടമ്പടി ഉപ്പ് ഞാൻ അതിനകത്ത് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ തന്നതാണെന്ന് എൻ്റെ വിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് നീ 2 പേജിൽ ഏതെങ്കിലും ഒന്ന്, ഞാൻ തുറന്ന് പിടിച്ചാൽ പ്രാർത്ഥിച്ചത്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പേജിലായിരിക്കണം എനിക്ക് വിസ അടിച്ച് വരേണ്ടത് എന്നും പറഞ്ഞ് ഞാൻ വിസയ്ക്ക് പാസ്പോർട്ട് ഞാൻ അവരുടെ ഓഫീസിൽ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. കൃത്യം 15-ാം ദിവസം നമുക്ക് വിസ വന്നു. ഞാൻ വേഗം തുറന്ന് നോക്കിയത് പേജ് നമ്പറാണ്, ഏത് പേജിലാണ് എനിക്ക് വന്നതെന്നുള്ളത്. 5-ാമത്തെ പേജ് തന്നെയായിരുന്നു എൻ്റെ വിസ വന്നിരുന്നത്. ഇതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 24-ാം തീയതി അയർലൻഡിലോട്ട് പോയി. ഇപ്പോൾ ഞാൻ ലീവിന് വന്നതാണ് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. 7 മാസം കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ കൃപാസനത്തിൽ ഇവിടെ അഖണ്ഡ ജപമാല നടക്കുന്ന സമയത്ത് ആ ഡേറ്റ് തന്നെ അയർലൻഡിൽ നോക്ക് എന്ന മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയുണ്ട്. അവിടെ ഞങ്ങൾ ആ ദിവസം തന്നെ അവിടെയും ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്കെല്ലാം പോയിരുന്നു, വിശ്വാസത്തിൻ്റെ ഒരു തീക്ഷ്ണത ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഇവിടെ നാട്ടിലായിരുന്ന സമയത്ത് അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുകയും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വാർഡ് എടുത്തിട്ട് ആ വാർഡിൽ ഞങ്ങൾ തലേദിവസം പോയി പറയും ഇത്ര പേർക്കുള്ള ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവർക്കുള്ള ഭക്ഷണം കൊണ്ടേ കൊടുക്കുകയും, പിന്നെ ഇപ്പോൾ 2 പേര് രോഗികളായിട്ടുള്ള വീടുകളും സെലക്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള പൈസ അങ്ങനെ കൊടുക്കും. പിന്നെ തെരുവീതികളിൽ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവർക്കുള്ള ഭക്ഷണവും കൊണ്ടേ കൊടുക്കാറുണ്ട്. ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. സങ്കീർത്തനങ്ങൾ 91:15 തിരുവചനം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും, ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും, ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും.
പ്രിൻസി എന്ന ഈ മകൾ അത്ഭുതകരമായി പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ ലഭിച്ച വിദേശത്തേക്കുള്ള പ്രോസസ്സ് പൂർത്തീകരിച്ച് ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. മകളുടെ സാക്ഷ്യത്തിൻ്റെ ആരംഭം അത് അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും നിഷേധത്തിൻ്റെയും വാക്കുകളാണ്. കൃപാസനത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞ നാളുകളിൽ അതിനെക്കുറിച്ചുള്ള ട്രോളുകളും വിമർശനങ്ങളും അതാണ് സത്യമെന്ന് കരുതി അമ്മയോട് പോലും നിരന്തരം കലഹിച്ച് മാതാവിൻ്റെ അരികിൽ വരുവാനോ മാതാവിനെ പ്രാർത്ഥിക്കുവാനോ ഉള്ള സാധ്യതകളെപ്പോലും തള്ളിക്കൊണ്ട് ജീവിച്ച ഒരു കാലത്തെക്കുറിച്ചാണ് മകൾ ആദ്യം പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, ദൈവശക്തിയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ ഈ ആലയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്മ വെറുതെ ഒരു ദിനം ഇവിടെ പ്രത്യക്ഷപ്പെട്ടതുമല്ല. അതിന് കൃപാസനത്തിലെ സ്ഥാപക ഡയറക്ടർ BP ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധവും ത്യാഗപൂർണവും വിശ്വസ്തതയുമുള്ള ദൈവസന്നിധിയിലെ പ്രാർത്ഥനയും ആരാധനയും അമ്മ മാതാവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുള്ള ഒരു ജീവിതവുമുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഏതാണ്ട് ഒന്ന് കണ്ണു തുറന്ന് കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു 5 വയസ്സ് 6 വയസ്സ് പ്രായം മുതൽ തൻ്റെ ആത്മീയ അനുഭവങ്ങളും ആത്മീയ ജീവിത രീതികളും എന്തെന്ന് അച്ഛൻ തൻ്റെ ആത്മകഥയിൽ തദേവ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ താളും നാം കടന്നു പോകുമ്പോൾ ദൈവം എങ്ങനെ വഴി നടത്തി, അമ്മ എങ്ങനെ കാത്തുകൊണ്ടു, ചെറുപ്പത്തിൽ മരിച്ചു പോകാമായിരുന്ന രോഗാവസ്ഥകളിൽ നിന്ന് അമ്മ എങ്ങനെ ആരോഗ്യം കൊടുത്ത്, ഈശോ എങ്ങനെ തൻ്റെ തിരുരക്തത്താൽ സംരക്ഷിച്ച് തന്നെ വളർത്തുകയും തൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഏറെ ക്ലേശകാലഘട്ടത്തിലും അതിനെ എങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സൂക്ഷിക്കുവാൻ തന്നെ സഹായിക്കുകയും ചെയ്തുവെന്നൊക്കെ അച്ഛനതിൽ നന്നായി സുന്ദരമായി ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ വിവരിക്കുന്നുണ്ട്. പൗരോഹിത്യം സെമിനാരിയിൽ ചേരുമ്പോൾ സെമിനാരിയിൽ തിരസ്കരിച്ചതിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് അതച്ഛൻ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. പൗരോഹിത്യം സ്വീകരിക്കുവാനാകുമ്പോൾ വീടാകെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മാറിയതിൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച് അച്ഛനതിൽ വിവരിക്കുന്നുണ്ട്. ആ നിമിഷങ്ങളിലൊക്കെയും തൻ്റെ ആ വളരെ ബാല്യകാലം മുതൽ ഓരോ നിമിഷവും താൻ കരം പിടിച്ച അമ്മയും തന്നെ മുന്നോട്ട് നയിച്ച മാതാവിൻ്റെ സംരക്ഷണവുമാണ് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ബലവും ആസ്തിയുമെന്ന് അച്ഛൻ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അതാണ് അമ്മയോടൊപ്പമുള്ള അച്ഛൻ്റെ യാത്രയുടെ തുടർച്ച നമ്മൾ ആ പൗരോഹിത്യ ജീവിതത്തിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, അമ്മയെ അത്ര കണ്ട് ഓൺ ചെയ്യുകയും ആയിരക്കണക്കിന് മക്കൾക്ക് താൻ അധരം തുറന്ന് പറഞ്ഞു തുടങ്ങിയ നാൾ മുതൽ അമ്മയെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വലിയ കാര്യങ്ങൾ നമുക്കൊരുക്കിത്തരുമെന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കൊടുത്ത ആ വിശ്വാസത്തിൻ്റെ ബോധ്യവും അവരെ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചും മരിയ ഗീതികൾ ആലപിച്ചും മെയ് മാസം വണക്കത്തിൽ ചേർത്ത് പിടിച്ചും കൊന്തമാസത്തിൽ അവരെ നിരന്തരമായി അമ്മയിലുള്ള ശരണപ്പെട്ട പ്രാർത്ഥനയിൽ കുടുംബങ്ങളെ വിശദീകരിച്ചും അച്ഛൻ നടത്തിയ ആത്മീയമായ തീർത്ഥാടനത്തിന്, ത്യാഗോജ്വലമായ സഹന ജീവിതത്തിന് അമ്മ മാതാവ് കൊടുത്ത സമ്മാനമാണ് ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യ ആരാധന മധ്യേയുള്ള അമ്മയുടെ വെളിപ്പെടുത്തലും ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശവും. അത് അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് സാധാരണ ബുദ്ധിക്ക് അത് ഉള്ളിലേക്ക് എടുക്കുക അത്ര എളുപ്പമുള്ളതല്ല. അതുകൊണ്ട് വിമർശനം വരിക, വിശ്വാസമില്ലായ്മ ഉണ്ടാവുക, വല്ലാതെ അതിനെ എതിർക്കുകയും ആക്രമിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. അത് 18-19 കാലഘട്ടത്തിൽ 16-17 കാലഘട്ടത്തിൽ കൃപാസനം കടന്നുപോയ വലിയ സഹനത്തിൻ്റെ ഒരു കാലം കൂടിയാണ്. എന്നാൽ ഓരോ സഹനത്തിലും ഓരോ തിരസ്കരണത്തിലും ആരൊക്കെ എവിടെയൊക്കെ എതിർത്തോ അവിടെയൊക്കെയും ഈ അമ്മ മാതാവ് അമ്മയെ തേടിയെത്തിയ മക്കൾക്ക് ശക്തമായ അടയാളങ്ങളിലൂടെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ചിതറിപ്പോയ കുടുംബങ്ങളെ ഒരുമിച്ച് ചേർത്ത് രോഗങ്ങൾക്ക് സൗഖ്യം കൊടുത്ത് കരഞ്ഞ് തളർന്ന് പ്രതീക്ഷയില്ലാതെ നിന്നിരുന്ന മക്കൾക്ക് ജോലിയും പരീക്ഷയ്ക്ക് വിജയവും കുടുംബത്തിന് സുസ്ഥിതിയും കൊടുത്ത് അമ്മയുടെ അടയാളങ്ങൾ അമ്മയിലേക്ക് ആയിരങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി ശക്തമായ അമ്മ നൽകിക്കൊണ്ടിരുന്നു. അതിൻ്റെ സന്തോഷത്തിൻ്റെ കാലമാണിത്, അതിൻ്റെ കൊയ്ത്തിൻ്റെ കാലമാണിത്.
അമ്മ നൽകിയ ശക്തമായ അടയാളങ്ങളിലൂടെ ആയിരങ്ങൾ അമ്മയെ തേടിയെത്തി. ഇന്ന് അമ്മയിൽ ശരണപ്പെടുന്നവരാര്? ശരണപ്പെടുന്നവർക്കൊക്കെയും അമ്മ വലിയ അടയാളങ്ങൾ കൊടുത്തുകൊണ്ട് ദൈവശക്തി തൻ്റെ പ്രാർത്ഥനയിലൂടെ ലോകത്തിന് അനുഗ്രഹമാകുമെന്ന് അമ്മ വെളിപ്പെടുത്തുന്ന നാളുകളാണിത്. അതുകൊണ്ട് മകളുടെ സാക്ഷ്യം മകൾ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ പരീക്ഷിക്കുവാൻ വേണ്ടി സംശയമനസ്കരായി പാതിവിശ്വാസത്തോടു കൂടി അമ്മയെ തേടിയെത്തുന്നവരാണോ, അതോ ഹൃദയവും ജീവിതവും ഈ അമ്മയുടെ തിരുനടയിൽ ഇറക്കി വെച്ച് അമ്മ സഹായിക്കുമെന്ന് ഉത്തമ ശരണത്തോടു കൂടി അമ്മയുടെ അരികിൽ പ്രാർത്ഥിക്കുന്നവരാണോ? ശരണപ്പെട്ടുകൊണ്ട് അമ്മയിൽ ആശ്രയിക്കാം. ജീവിതത്തെ അമ്മ സഹായിക്കും. ഈശോയുടെ ശക്തിയും സഹായവും നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലും അമ്മ നേടിത്തരും. അമ്മ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തയാണ്. ദുരന്തങ്ങൾ അകറ്റുവാൻ അമ്മ കൂടെ നിന്ന് നമുക്ക് വഴിയൊരുക്കും. അതാ മകൾ പറയുന്നത്, 3 വർഷം കൊണ്ട് നടക്കാതിരുന്നത് അമ്മ മാതാവ് 3 മാസം കൊണ്ട് മകളുടെ ജീവിതത്തെ മാറ്റിമറിച്ച സാക്ഷ്യം. നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവിക അനുഭവങ്ങൾക്കും വിശ്വാസബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.